ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡൽഹിയിൽ നല്ല തണുപ്പാണ്. അപ്പം തണുപ്പൊക്കെ ആകുമ്പം നല്ല മുട്ട പുഴുങ്ങിയത് ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അതാണ് മുട്ട പുഴുങ്ങാലോ എന്ന് വിചാരിച്ച് കുറച്ച് 5-6 മുട്ട എടുത്ത് പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുട്ട പുഴുങ്ങിയതിലേക്ക് ഒരു ചട്നി വേണം. ആ ചട്നിയിലേക്ക് വേണ്ട സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില വേണം, പുതിനയിലയും വേണം കേട്ടോ. പുതിനയില എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഒരു ചെറിയ കുഞ്ഞ് സവോള, അതിലേക്ക് ഒരു 3-4 പച്ചമുളക്, പിന്നെ ചെറിയ ജീരകം ഒരു പിഞ്ച്, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാട്ട് മസാല വേണം. പിന്നെ ഇത് മെയിനായിട്ട് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ ഈ ചെറുനാരങ്ങ നീരും ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് എരിവൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചാട്ടോ ചേർക്കേണ്ടത്. എരിവ് നന്നായി വേണമെന്നുള്ളവർക്ക് എരിവ് നന്നായിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ പുഴുങ്ങിയ മുട്ട തൊലിയൊക്കെ കളഞ്ഞ് ഞങ്ങൾ അത് 2 പീസാക്കിയിട്ട് മുറിച്ച് വെച്ചു കേട്ടോ. എന്നിട്ടാണ് അതിലേക്ക് മസാലകൾ പുരട്ടേണ്ടത്. നമ്മളിപ്പോൾ അരച്ച് വെച്ച ആ ചട്ടണി നമ്മൾ അതിൻ്റെ മേലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് സവോള കുനുകുനാന്ന് പറഞ്ഞ പോലെ അരിഞ്ഞതും, പിന്നെ എന്താ പറയുക, ശരിക്കും അതിലേക്ക് തക്കാളിയും പിന്നെ മല്ലിയിലയൊക്കെ ചേർക്കണം കേട്ടോ. എൻ്റെ അടുത്ത് മല്ലിയില അപ്പോഴേക്ക് കഴിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഒന്ന് തണുപ്പത്ത് ഇങ്ങനെ മുട്ട പുഴുങ്ങിയത് ഇങ്ങനെ കഴിച്ച് നോക്കുന്നുണ്ട് എല്ലാവരും. അപ്പം നല്ല അടിപൊളിയാണേ. നമ്മുടെ ശരീരം ചൂടാവുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ.